നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. ആണവോർജ്ജ ശേഷി ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ UAE വീണ്ടും ആണവ നിലയം നിർമ്മിക്കുന്നു. ഈ വർഷം നിർമ്മാണം തുടങ്ങി 2032ഓടെ പ്രവർത്തനക്ഷമമാക്കാനാണ് നീക്കം. നിലവിലുള്ള ബറാഖ ആണവ നിലയത്തിന് അടുത്തായിരിക്കും പുതിയ പ്ലാന്റ്. അറബ് മേഖലയിൽ ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യമാണ് UAE. ആദ്യ പ്ലാന്റ് 2020 നിർമ്മിച്ചത്. 60 വർഷത്തേക്കാണ് ബറാഖ ആണവോർജ്ജ നിലയത്തിൽ ഊർജ്ജോൽപാദന അനുമതിയുള്ളത്. അടുത്ത വർഷത്തോടെ അബുദാബിക്ക് ആവശ്യമായ വൈദ്യുതിയുടെ 85% ബറാഖ ആണവ നിലയം നിർമ്മിക്കും. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ പാസഞ്ചർ ടെർമിനൽ നിർമ്മിക്കുന്ന രൂപരേഖയ്ക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. നിർമ്മാണം പൂർത്തിയാക്കി 10 വർഷത്തിനുള്ളിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി അൽ മക്തൂം വിമാനത്താവളത്തിലേക്ക് മാറ്റുന്നതിനായാണ് ലക്ഷ്യമിടുന്നത്. 128 ശതകോടി ദിർഹം ചെലവഴിച്ചാണ് ടെർമിനൽ നിർമ്മിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി പുതിയ ടെർമിനലിന് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. UAEയിൽ ഈ ആഴ്ച ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അബുദാബി, ദുബായ് അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന മഴ വ്യാഴാഴ്ചയോടെ ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ചില പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷവും 65 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അലൈനിൽ കഴിഞ്ഞ ദിവസം നേരിയ തോതിൽ മഴ ലഭിച്ചിരുന്നു. അതേസമയം സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. UAEയിലും ഒമാനിലും കനത്ത നാശം വിതച്ച മഴയ്ക്ക് കാരണം സമുദ്രത്തിലെ ഉപരിതല ജലത്തിന്റെ താപനില കൂടുന്ന എൽ നിനോ പ്രതിഭാസമാണെന്ന റിപ്പോർട്ട്. അറേബ്യൻ ഉപദ്വീപിൽ എൽ നിനോ പ്രതിഭാസം 10 മുതൽ 40% വരെ ശക്തമായതാണ് ഗൾഫ് രാജ്യങ്ങളിൽ മഴ കൂടാൻ കാരണമായതെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഗോളതാപനം കൂടുന്നതും ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതും എൽ നിനോയുടെ തോത് കൂട്ടുന്നുണ്ട്. ചൂടുള്ള അന്തരീക്ഷത്തിന് കൂടുതൽ ഈർപ്പം നിലനിർത്താൻ കഴിയുമെന്ന അടിസ്ഥാന ഭൗതികശാസ്ത്ര തത്വമാണ് ഇതിന് പിന്നിലെന്ന് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ ഗവേഷകർ വ്യക്തമാക്കി. അറബ് മേഖലയിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച മറൈൻ ക്യാപിറ്റൽ എന്ന പദവി ദുബായ്ക്ക് ലഭിച്ചു. ആഗോളതലത്തിൽ 11ാം സ്ഥാനമാണ് ദുബായ്ക്കുള്ളത്. ഷിപ്പിംഗ് സെന്ററുകൾ, മാരിടൈം സാങ്കേതിക വിദ്യ, തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്, മത്സരക്ഷമത തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മികച്ച മറൈൻ ക്യാപിറ്റലുകൾ തിരഞ്ഞെടുക്കുന്നത്. തെറ്റായ ഓവർടേക്കിംഗ് നടത്തുന്നവർക്ക് 1000 രൂപ പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. അടിയന്തര വാഹനങ്ങളുടെ ആവശ്യങ്ങൾക്കായാണ് യെല്ലോ ലൈൻ നീക്കിവച്ചിരിക്കുന്നത്. പോലീസിന്റെ ഉൾപ്പെടെ സുരക്ഷാ വാഹനങ്ങൾക്കും അധികാരികൾക്കും അതിവേഗം യാത്ര ചെയ്യാനുള്ള സ്ഥലമാണിത്. ഈ സ്ഥലം ഓവർടേക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. നിയമലംഘകർക്ക് 1000 രൂപ പിഴ കൂടാതെ 6 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷയായി ലഭിക്കും. സൗദിയിൽ ബസ് ഡ്രൈവർമാർക്ക് ഏകീകൃത യൂണിഫോം നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നതായി സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. പ്രത്യേക ആവശ്യങ്ങൾക്ക് ഓടുന്ന ബസ്സുകൾ, വാടക ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, അന്താരാഷ്ട്ര ബസ്സുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അതോറിറ്റിയിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം സ്ഥാപനങ്ങൾക്ക് സ്വന്തം യൂണിഫോം വികസിപ്പിക്കാമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ഈജിപ്തുകാർക്ക് തൊഴിൽ വിസ നൽകുന്നത് കുവൈത്ത് വീണ്ടും നിർത്തിവെച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെ പുനരാരംഭിച്ച വിസ നടപടികളാണ് വീണ്ടും നിർത്തിവെച്ചത്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി റിക്രൂട്ട്മെന്റിന് ഇൻഷുറൻസ് ഫീസ് ഏർപ്പെടുത്തിയതാണ് നടപടിക്ക് കാരണമായതെന്നാണ് റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര കരഗതാഗതത്തിന് ഏകീകൃത സംവിധാനമുണ്ടാകുന്നു. അന്താരാഷ്ട്ര റൂട്ടുകളിലേക്ക് കരമാർഗമുള്ള യാത്രയ്ക്കും ചരക്കുകടത്തിനും സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. കഴിഞ്ഞ ദിവസം സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത്. ഇതോടെ അന്താരാഷ്ട്ര ഗതാഗതത്തിന് 6 GCC രാജ്യങ്ങൾക്കായി ഒരു പൊതു സംവിധാനമുണ്ടാകും. UAE ഉൾപ്പെടെ 3 രാജ്യങ്ങളുമായി സംയുക്ത റോഡ് തുറമുഖ പദ്ധതികൾക്കായി ഖത്തർ ധാരണാപത്രം ഒപ്പുവെച്ചു. UAE, ഇറാഖ്, തുർക്കി എന്നിവരുമായി ചേർന്നുള്ള വികസന പദ്ധതികൾക്കാണ് ബാഗ്ദാദിൽ കരാറിൽ ഒപ്പിട്ടത്. $1700 കോടി പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുള്ളത്. 2028, 2033, 2050 എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി പൂർത്തിയാക്കുകയെന്ന് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.